95 എന്നുള്ള പ്രോഡക്റ്റ് ക്യാൻസറിനെ പ്രതിരോധിക്കും എന്നുള്ളത് കേട്ടപ്പോൾ ഞാനത് മനസ്സിൽ വെച്ചു. ആ സമയത്തായിരുന്നു എന്റെ ഉമ്മയ്ക്ക് ബ്രസ്റ്റിൽ ഒരു മുഴ ഉണ്ട് എന്നാണ് അറിഞ്ഞിരുന്നത്. ബ്രസ്റ്റിൽ മുഴ ഉണ്ട് പറഞ്ഞിരുന്നാൽ നമുക്ക് ബയോപ്സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് 2 മാസത്തിലേറെ ഉണ്ടെന്ന് കേട്ട സ്ഥിതിക്ക് ഞാൻ ഇത് ക്യാൻസറിനെ പ്രതിരോധിക്കും ഈ 95 എന്നുള്ളത് അറിഞ്ഞപ്പോ ഉമ്മയ്ക്ക് ബ്രസ്റ്റിൽ ക്യാൻസർ സ്ഥിരീകരിക്കാൻ 2 മാസം സമയമെടുത്തു. പക്ഷെ ഞാൻ ഈ 95 കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ അത് അറിഞ്ഞതിന് ശേഷമാണ് 2 മാസം സമയമെടുത്തത്. അപ്പൊ 95 കുറിച്ച് അറിഞ്ഞപ്പോ തന്നെ ഞാൻ എന്തായാലും വേണ്ടില്ല, ക്യാൻസറിനെ പ്രതിരോധിക്കല്ലോ, എന്റെ ഉമ്മല്ലേ പ്രതിരോധിക്കാൻ ശേഷിയുണ്ടെങ്കിൽ പിന്നെന്താ, ഇത്രയും ആളുകൾക്ക് ഉപയോഗിക്കുന്നതല്ലേ, ഞാൻ വാങ്ങിക്കൊടുത്തേക്ക് വെച്ചിട്ട് ഞാനത് ഉമ്മയ്ക്ക് വാങ്ങിക്കൊടുത്തു. ഉമ്മ 2 മാസത്തോളം ഉപയോഗിച്ചു. അതിന് ശേഷമാണ് ക്യാൻസർ ആണ് സ്ഥിരീകരിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതും കീമോ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞത്. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞപ്പോ വീട്ടിലെ എല്ലാവരും നമ്മൾ സ്വാഭാവികമായിട്ട് എന്താ വിചാരിക്കുക, ആരെങ്കിലും ഞാനൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുന്നതാണോ അവർക്ക് വിശ്വാസം ഉണ്ടായിരിക്കാറോ, ഡോക്ടർ പറയുന്നതാണോ വിശ്വാസം ഉണ്ടായിരിക്കാം. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഞാൻ ഈ 95 കൊടുക്കുന്നത് അവർക്ക് ആർക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല, ആവശ്യമില്ല. പക്ഷെ എന്റെ ഉമ്മ, ഞാൻ പറയുന്നത് എന്റെ ഉമ്മയ്ക്ക് വിശ്വാസമായിരുന്നു. ഉമ്മ അവരറിയാതെ രഹസ്യമായിട്ടാണ് കഴിച്ചിരുന്നത്, മറ്റുള്ളവരറിയാതെ. അൽഹംദുലില്ലാ, പടച്ചവന്റെ കാരുണ്യം കൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞെങ്കിലും നമ്മളെ ക്യാൻസർ സെല്ലുകൾ പെട്ടെന്ന് പടരുന്ന ഒരു ആണല്ലോ, വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ പടർന്നുകൊണ്ടിരിക്കും. പക്ഷെ ബ്രസ്റ്റിലെ ക്യാൻസർ പെട്ടെന്ന് പടരുക കക്ഷത്തിലെ ഒരു മുഴ കഴലയിലേക്കാണ് പടർന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മള് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം കഴലകൾ എടുത്തിട്ട് ടെസ്റ്റിനൊക്കെ അയച്ചു. അങ്ങോട്ടൊക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കീമോ ചെയ്യേണ്ടി വരും. റേഡിയേഷൻ കീമോ ഒക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവും. പക്ഷെ അൽഹംദുലില്ലാ, നമ്മുടെ ക്യാൻസർ സെല്ലുകളെ തടയാതെ 95 അതിനെ പ്രതിരോധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉമ്മക്ക് കീമോയുടെ ആവശ്യം വന്നില്ല. അങ്ങോട്ട് കക്ഷത്തിലേക്കൊന്നും ഈ ക്യാൻസർ പടർന്നിട്ടില്ല. അവിടെ സ്റ്റക്ക് ആയിരിക്കുന്നു. ഡോക്ടർക്ക് തന്നെ അത്ഭുതമാണ്. ഡോക്ടർ പറയും ഉമ്മയുടെ ഭാഗ്യാണ്, ഉമ്മാനേക്കാളും സ്റ്റേജ് കുറഞ്ഞ ആളുകൾക്കൊക്കെ കീമോ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഉമ്മയുടെയും ഭാഗ്യാണ്. എന്റെ ഉമ്മ ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നു. ഒരു 3 മാസം വെച്ചാൽ ഒരു വർഷത്തില് 3-4 95 ഇപ്പോഴും ഉമ്മ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത്. അൽഹംദുലില്ലാ, പടച്ചവന്റെ കാരുണ്യം കൊണ്ട് 95 ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ എന്റെ ഒരു ഫ്രണ്ട്, എന്റെ സുഹൃത്ത്, എന്റെ കൂടെ പഠിച്ച ഒരു പയ്യൻ, അവന് ക്യാൻസർ ഉണ്ടായിരുന്നു, ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. അപ്പൊ ക്യാൻസർ ആയിട്ട് അവന് ഒരുപാട് പ്രശ്നങ്ങളായിട്ട് നമ്മള് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവല്ലോ, സ്കൂൾ ഗ്രൂപ്പ്, അതിനകത്തൊക്കെ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് കാര്യങ്ങൾ നമ്മള് ടീമായിട്ട് അവരെ ചികിത്സിക്കേണ്ട സഹായങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്നത്. ഞാൻ ഒരു ദിവസം ഈ 95 കുറിച്ചിന്റെ റിസൾട്ട് ഉണ്ടപ്പോ ഞാൻ അവന്റെ വീട്ടിൽ പോയിട്ട് അവന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടടാ 95 എന്ന് പറഞ്ഞിട്ട്, നീ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുന്നു പറഞ്ഞു. അപ്പൊ അവനെ പറഞ്ഞേ, എനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കും, എന്റെ ഉമ്മയുടെ റിസൾട്ട് ആണ്. അപ്പൊ പറഞ്ഞ എനിക്കിത് വാങ്ങിക്കാനുള്ള സാമ്പത്തികം ഇല്ലാന്ന് എനിക്കറിയാലോ പറഞ്ഞപ്പോ, നീ ഒന്നും സാമ്പത്തികമായിട്ടൊന്നും അല്ല നമ്മുടെ പ്രശ്നം, നീ ഇത് ഉപയോഗിക്കാന്നുള്ളതാണ്, ഇത് നിനക്ക് വരുന്ന ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞു. അവനിത് ഉപയോഗിച്ചു തുടങ്ങി. അവന് HB, ഈ കീമോ കഴിഞ്ഞതിന് ശേഷം HB വളരെ കുറവായിരുന്നു. പിന്നെ മലമൂത്രം കറക്റ്റായിട്ട് പോയിരുന്നില്ല, ശരിക്കും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല, നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ സാധിച്ചിരുന്നില്ല. അങ്ങനത്തെ ഭയങ്കര പ്രയാസങ്ങളായിരുന്നു. ഒന്നരാടം ചുമ വരിക, പനി വരിക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായിട്ട് അതിന്റെ പ്രയാസങ്ങൾ അവന് അനുഭവിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പൊ അത്രയും പ്രയാസങ്ങൾ അവനെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവനെ ഡോക്ടറും റെക്കമെൻഡ് ചെയ്ത് കഴിച്ചോളാൻ പറഞ്ഞത്. അവനത് കഴിച്ചപ്പോ ഇത്തരം സംഭവങ്ങൾക്കൊക്കെ അവന് മാറ്റങ്ങൾ വന്നു. HB വളരെയായിട്ട് കൂടി, മലമൂത്രം കറക്റ്റായിട്ട്, ആ പ്രയാസങ്ങളൊക്കെ മാറി, ഭക്ഷണം കഴിക്കാനൊക്കെ സാധിച്ചപ്പോ അവന് ഉറക്ക ഗുളിക ഇല്ലാതെ തന്നെ ഉറങ്ങാൻ സാധിച്ചു. ഈ ഒരൊറ്റ 95 എന്നുള്ള പ്രോഡക്റ്റ് കൊണ്ട് 3 ഗുളികകളാണ് അവന് നിർത്താൻ സാധിച്ചത്. എല്ലാ ഡോക്ടർമാരും ചിലപ്പോൾ ഇത് റെക്കമെൻഡ് ചെയ്തോളണമെന്നില്ല. കാരണം അലോപ്പതിയും ആയുർവേദവും തമ്മിൽ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും റെക്കമെൻഡ് ചെയ്തോളണമെന്നില്ല. പക്ഷെ നല്ല ഡോക്ടേഴ്സ് ഇതിന്റെ ഗുണങ്ങൾ അറിയുന്ന ആളുകള് തീർച്ചയായിട്ടും ആളുകൾക്ക് അസുഖങ്ങൾ മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ റെക്കമെൻഡ് ചെയ്യും.
അപ്പൊ ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ചപ്പോ അവന് 3 ഗുളിക നിർത്താൻ അവൻ നല്ല എനർജറ്റിക് ആയിട്ട് മാറി. അവനുണ്ടായിരുന്ന ആ ക്ഷീണം ഒരു പൊതളിച്ച ശരീരപ്രകൃതൊക്കെ മാറി അവന് ഒരു രീതിയിലേക്ക് നല്ല രീതിയിലേക്ക് വന്നപ്പോ ഞാൻ വളരെ ഹാപ്പി. എനിക്ക് എന്റെ ഉമ്മയ്ക്കുള്ള അനുഭവങ്ങളും അവനുണ്ടായ അനുഭവങ്ങളും പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ വളരെ സന്തോഷത്തിലായി മാറി. സന്തോഷം എങ്ങനെയാണ് നിങ്ങളോട് പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയും സന്തോഷത്തിലായി പോയി.